എന്താണെന്നറിയോ? STPയുടെ വോട്ട് വേണ്ട. സ്വാഭാവികമായും എന്തിനാ നമ്മൾ പാർട്ടി തുടങ്ങിയത്? ചില സാധുക്കളൊക്കെ വിചാരിച്ചിട്ടുള്ളതേ STPI പാർട്ടി തുടങ്ങിയത് BJPനെ ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനിപ്പോ പാർട്ടി ഒന്നും വേണ്ടല്ലോ, വോട്ട് ചെയ്താ പോരെ. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ BJPനെ തോൽപ്പിക്കാനാണ് STPI ഉണ്ടാക്കിയത് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കോ. ഞങ്ങൾ അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവർ തോൽക്കേണ്ടതുണ്ട് എങ്കിൽ അവരെയും തോൽപ്പിക്കും, മറ്റു പലരെയും ഞങ്ങൾ തോൽപ്പിക്കും. അത് അങ്ങനെ തിരിച്ചറിഞ്ഞാൽ മതി. പിന്നെ ഞങ്ങൾ എന്തിനാ വേണ്ടി ഉണ്ടാക്കിയത്? പ്രിയപ്പെട്ട സുഹൃത്തേ, ഈ പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ജീവനും രക്തവും കൊടുത്ത് കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ പാർട്ടിയെ കാത്തു സൂക്ഷിക്കുന്നത് ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. കേരളം ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയാണ്. എന്തിനാ ഞങ്ങൾ ഭരിക്കുന്നത്? ഈ രാജ്യത്ത് വിശക്കുന്ന കുട്ടികൾ ഉണ്ടാകരുത്, വിശക്കുന്ന മനുഷ്യരുണ്ടാകരുത്, ഭയപ്പെടുന്ന ആളുകൾ ഉണ്ടാകരുത്. കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ RSSനെ ഭയപ്പെടാതെ, യാതൊന്നിനെയും ഭയപ്പെടാതെ ജനാധിപത്യത്തിന്റെ എല്ലാ നന്മകളെയും ആസ്വദിച്ചും അനുഭവിച്ചും വളരാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടാകണം എന്നതുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ളത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തിരുത്തിക്കും. ഇത് എളുപ്പമല്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇതിനു വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകും. ആ തടസ്സങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ തീവ്രവാദികൾ എന്ന് പറയും, ഭീകരവാദികൾ എന്ന് പറയും, ജയിലിലിടും. ഞങ്ങളുടെ പ്രവർത്തകരെ തല്ലാം, കൊല്ലാം, ജയിലിലിടാം. ഇതൊക്കെ സംഭവിക്കാം. വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാം. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റുകൾ ഞങ്ങൾ വിശ്രമിക്കാൻ സമയമായിട്ടില്ല എന്ന് തിരിച്ചറിയുന്നവരാണ്. എന്നാ നമ്മളൊക്കെ ഒന്ന് വിശ്രമിക്കുക? ഞങ്ങൾ തീരുമാനിക്കും. STPI തീരുമാനിക്കുന്ന ഒരു സോഷ്യൽ ഡെമോക്രാറ്റ് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വരെ ഞങ്ങൾ വെച്ച കാല് പിന്നോട്ടെടുക്കില്ല. അത് പ്രശ്നമാണ്. നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഞങ്ങളുടെ വഴിയിൽ തടസ്സങ്ങളായിട്ട് നിങ്ങൾ വരുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവുകളിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദിവാസി ഊരുകളിൽ ഞങ്ങൾ പോയിട്ട് ഈ രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച്, സ്വാതന്ത്ര്യം കിട്ടി നൂറ്റാണ്ടുകൾ അടുക്കുമ്പോഴും ഇന്ത്യ രാജ്യത്ത് ആദിവാസി എന്തുകൊണ്ടാണ് ഇന്നും ഭൂമിയില്ലാത്തവനായി തുടരുന്നത്, പട്ടിണി കിടക്കുന്നവരായിട്ട് തുടരുന്നത്, മണ്ണ് തിന്ന് ജീവിക്കേണ്ടി വരുന്നവനായിട്ട് തുടരുന്നത് എന്ന് അവരോട് പറഞ്ഞ് അതിന്റെ കാരണക്കാരെ ചൂണ്ടിക്കാണിച്ച് അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ വരും. ഇവിടുത്തെ ദളിത് കോളനികളിലേക്ക് ഞങ്ങൾ പോകും. ഈ രാജ്യം അധികാരം കിട്ടി ഭരണഘടന നിലവിൽ വന്നിട്ടും ഇന്നും അധികാരത്തിന്റെ നാലയലുകളിൽ പ്രവേശിപ്പിക്കാതെ, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളില്ലാതെ, പട്ടിണി കൊണ്ട് ചത്ത പശുവിന്റെ തോലൊന്നുരിഞ്ഞ് ഭക്ഷിച്ചാൽ അവരെ ജീവനോട് തുറ്റുകൊള്ളുന്ന, അവൻ ഒരു ബംഗ്ലാദേശിയാണ് എന്ന് തോന്നിയാൽ, ഒരു മുസ്ലിമാണ് എന്ന് തോന്നിയാൽ, പ്രബുദ്ധമാണ് എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ കേരളത്തിൽ പോലും അവനെ വെട്ടിയും കുത്തിയും ഒക്കെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അത് പറഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ വരും. ഇവിടുത്തെ തെരുവുകളിൽ ഞങ്ങൾ പോകും. അതേപോലെ ഇവിടുത്തെ നഗരപ്രദേശങ്ങളിലെ ചേരികളിൽ ഞങ്ങൾ പോകും. അവരോട് ഈ രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ പറയും. അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ വരും. ആദിവാസി ഊരുകളിൽ നിന്ന്, ദളിത് കോളനികളിൽ നിന്ന്, തെരുവുകളിൽ നിന്ന്, അങ്ങാടികളിൽ നിന്ന്, ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന്, നടവഴികളിലൂടെ ഞങ്ങൾ വരും. ഈ മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, നമ്മൾ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട്, രക്തബന്ധുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടവഴികളിലൂടെ ഞങ്ങൾ വരും. നടവഴികളിൽ നിന്ന് ഇടവഴികളിലേക്ക്, ഇടവഴികളിൽ നിന്ന് പൊതുനിരത്തുകളിലേക്ക്, പൊതുനിരത്തിൽ നിന്ന് ഹൈവേകളിലേക്ക് ഈ ജനങ്ങളുമായി ഞങ്ങൾ മാർച്ച് ചെയ്യും. അങ്ങ് ഡൽഹിയിലെത്തി ഈ രാജ്യത്ത് സോഷ്യൽ ഡെമോക്രാറ്റ് പ്രധാനമന്ത്രിയായി വാഴിച്ചാലല്ലാതെ ഞങ്ങൾ തിരിഞ്ഞു നടക്കില്ല. അതിന് ഞങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് അതാരാണെങ്കിലും, അത് BJP ആണെങ്കിലും, RSS ആണെങ്കിലും, ലീഗ് ആണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിലും, മറ്റാരാണെങ്കിലും അവരെയൊക്കെ ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് പുറംകാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ച് ഞങ്ങൾ മുന്നോട്ടു പോകും. ഇതിൽ യാതൊരു സംശയവും